പ്രിയപ്പെട്ട തൃക്കേട്ട നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പൊതുഫലമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 2025 വർഷം കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണഫലങ്ങൾ ഏറിയ വർഷമായി തന്നെ കണക്കാക്കാവുന്നതാണ്. വിവിധ കാരണങ്ങളാൽ മുടങ്ങിപ്പോയ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അവസരം ഈ വർഷം ഉണ്ടായി വരുന്നതാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുന്നതിനുള്ള അവസരമുണ്ടായി വരുന്നതാണ്. അതിൻ്റെ മേൽ ചില അഭിനന്ദനങ്ങൾക്കും പാത്രമാകുന്നതാണ്. വിദേശ രാജ്യത്ത് പഠനത്തിനായോ തൊഴിലിനായോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. വളരെ കാലമായി അലട്ടിയിരുന്ന കടബാധ്യതകൾ പരിഹരിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. ധനം കടം കൊടുക്കുന്നതിനും കടം വാങ്ങുന്നതിനും ഈ വർഷം അത്ര കണ്ട് അനുകൂലമല്ല. പലിശയ്ക്കോ മറ്റോ കടം കൊടുത്തിരുന്ന ധനം തിരികെ ലഭിക്കാതെ ബുദ്ധിമുട്ടേണ്ടി വരും. പുതിയ വാഹനം, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള അവസരമുണ്ടായി വരുന്നതാണ്. എന്നാൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ, വസ്തുക്കൾ എന്നിവ വാങ്ങുന്നവർ അല്പം ജാഗ്രത പുലർത്തേണ്ടതാണ്. ചിലപ്പോൾ കബളിപ്പിക്കപ്പെട്ടേക്കാം. പുതിയ തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്ക് കാലം അത്ര കണ്ട് അനുകൂലമല്ല. നിങ്ങൾ നിലവിലൊരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ പുതിയ തൊഴിലിൽ ഒരു ഉറപ്പ് വന്നതിന് ശേഷം മാത്രം തൊഴിലിൽ നിന്ന് വിരമിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ജാഗ്രത കുറവ് മൂലം മത്സര പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ ഇടയാകാതെ വന്നേക്കാം. പഠനകാര്യത്തിൽ കുറച്ചുകൂടി മനസ്സിരുത്തി ജാഗ്രതയോടെ പഠിക്കുന്നത് ഗുണകരമായിരിക്കും. ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങളും ചില സ്വൈരക്കേടുകളും ചില നല്ല വ്യക്തികളുടെ മധ്യസ്ഥത മൂലം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് ഈ വർഷം അവസരമുണ്ടാകുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ ആലോചനയില്ലാത്തതും വൈകാരികവുമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് പിന്നീട് പ്രയാസങ്ങൾക്ക് കാരണമായെന്ന് വന്നേക്കാം. വിദേശത്ത് പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിയ തടസ്സങ്ങൾ നേരിട്ടേക്കാം. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ കൈവരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ ബിസിനസ് മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ധനസംബന്ധമായ ചില തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നു. കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വർഷാദ്യത്തിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും അതിനുശേഷം പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരെ, നിങ്ങളുടെ 2025 വർഷത്തെ ഒരു പൊതുഫലമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാകുന്നു. നല്ല കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ദോഷപരിഹാരാർത്ഥമായി ദുർഗാദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ശാസ്താവിന് അരവണ നിവേദ്യം, ശിവക്ഷേത്രത്തിൽ മുൻവിളക്ക്, പിൻവിളക്ക് എന്നിവ കൊളുത്തുന്നതും ജലധാര നടത്തുന്നതും, ഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കുന്നതും ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും ഗുണകരമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.